നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഓസ്ട്രേലിയയും ഇസ്രയേലും തമ്മിലുള്ള ഒരു തർക്കം, സിറിയയിലേക്ക് കടന്നു കയറി ഒരു കുടിയേറ്റ ശ്രമം, അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ അത് തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ ചില വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ വീക്ക്, അതായത് ദുർബലനായിട്ടുള്ള പ്രധാനമന്ത്രി എന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചിരിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഇപ്പോൾ നിബന്ധനകളോടുകൂടി പാലസ്തീനെ അംഗീകരിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു പ്രഖ്യാപനം അമേരിക്കയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നത് ഇസ്രയേലിനെ തന്നെയാണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററെ ദുർബലനായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് വിളിച്ചതിന് ഇപ്പോൾ മറുപടിയുമായി വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ തന്നെ ഹോം അഫയേഴ്സ് മന്ത്രിയായിട്ടുള്ള ടോണി ബാർക്കാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ബലം എന്ന് പറയുന്നത് അത് ശാന്തി നേടുന്നതിലാണ്, സമാധാനം നേടിയെടുക്കുക, അതുപോലെ തന്നെ സമാധാനത്തിന്റെ വഴിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക, ഇതിനെല്ലാമാണ് ബലം ആവശ്യം. അതായത് രണ്ട് രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വം പരസ്പരം ആരോപണങ്ങൾ, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കടുത്ത ഭാഷയിലാണ് ആരോപണം ഉണ്ടായെങ്കിൽ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരോപണങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ തിരിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇപ്പോൾ സിറിയൻ അതിർത്തിയിൽ ചെറിയൊരു കുടിയേറ്റ ശ്രമം നടക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത സംബന്ധിക്കുന്ന സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു സംഘം ഇപ്പോൾ സിറിയയിലേക്ക് കടന്നു കയറി, അതായത് ഇസ്രായേൽ തന്നെയുള്ള ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണിത്. സംഭവ സ്ഥലത്ത് നിന്നുള്ള ഒരു വീഡിയോയിൽ ഈ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് നവേ ഹബാഷ എന്ന് പേരിട്ടിട്ടുള്ള ഒരു പുതിയ സെറ്റിൽമെന്റ് ആയിട്ട് അവിടെ ഒരു അടയാളമൊക്കെ സ്ഥാപിക്കുന്ന ഒരു വീഡിയോയിൽ അവർ തന്നെ പകർത്തുന്നുണ്ട്. അവർ അതിൽ പറയുന്നത് ഇതൊരു പുതിയ സമൂഹത്തിന്റെ ശിലാസ്ഥാപനമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട്, ആ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നൃത്തം വയ്ക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ IDFന്റെ, അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ ആൾക്കാർ അവിടെ വന്നിട്ട് ഇവരെ പിന്നീട് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ നടക്കുന്ന യുദ്ധം അത് അവസാനിപ്പിക്കാനായിട്ടുള്ള സമാധാന കരാർ അത് ഇപ്പോൾ ഇസ്രയേൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ പറയുന്നത് അവരുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഇത്തരമൊരു കരാർ അത് അംഗീകരിക്കില്ല, അവർ ഇപ്പോൾ ഇസ്രയേൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദം വളരെയധികം ഇസ്രയേൽ നേരിടുന്നുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോഴും അവർ അതിന് വഴങ്ങിയിട്ടില്ല. അതായത് ഈ ഒരു കരാറിലേക്ക് എത്തുന്നതിന് ഇസ്രയേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല. അവർ കരാറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരിപ്പോൾ ഏകദേശം 60,000-ഓളം റിസർവ് സൈനികരെ തിരികെ വിളിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പറയുന്നത് ഇസ്രയേലി സൈന്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഏകദേശം 60,000-ഓളം സൈനികരെ, റിസർവ് സൈനികരെയാണ് ഇപ്പോൾ തിരികെ വിളിച്ചിരിക്കുന്നത്. ഇതിനോട് മനുഷ്യാവകാശ സംഘടനകളും പ്രതികരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഗസയിലെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് അവർ പറയുന്നത്. ഭൂരിഭാഗം ജനങ്ങളും പലതവണ വീടുകൾ വിട്ടിറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഭക്ഷണക്കുറവ് മൂലം പട്ടിണി മരണങ്ങൾ ഒരുപക്ഷെ ഇനിയും ഉയർന്നേക്കാമെന്നും ഇത്തരം മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ സൈന്യം ഇപ്പോൾ സൈദൂൺ അതുപോലെ തന്നെ ജബലിയ മേഖലകളിൽ സൈനിക പ്രവർത്തനം അത് ആരംഭിച്ചു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അത് എവിടം വരെ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളത്. ഇത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമമാണ്.